ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് അതിന്റെ വിശദീകരണം ആണ് അൻ-നഫ്സു അഖ്ബസു മിൻ 70 ശൈത്താൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് തിന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാ കൽപ്പിക്കുക? എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇടക്കിടക്ക് 5 വക്ത് നിസ്കാരത്തിന് ഒന്നിച്ചാക്കിയില്ല, റമദാൻ നോമ്പിനെ വർഷത്തിൽ ഒരു മാസത്തിലാക്കി, ഹജ്ജിനെ മറ്റൊരു സമയത്താക്കി, സക്കാത്ത് ഓരോ വർഷവും ആ കിട്ടുന്ന സമ്പത്തിന്റെ 10.25 പവനത്തിന്റെ വാല്യൂ ഉള്ള സമ്പത്ത് എത്തുമ്പോ അതേ സമയത്ത് കൊടുത്തു. പല സമയത്തുമാണ് അമലുകൾ, ഫുൾ ടൈം അമലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, ജദ്ദിദു സഫീന ഫഇന്നൽ ബഹറ അമീഖ്. കപ്പലുകളെ നന്നാക്കിക്കൊണ്ടേയിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. അതിന് പുതുക്ക പണി, അതിനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതാ കപ്പല്? നമ്മുടെ ശരീരമാകുന്ന കപ്പല്. നമ്മുടെ ശരീരം ഒരു കടലിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. ഏതാ കടല്? ശൈത്താനാകുന്ന കടല്, അതേപോലെ നഫ്സാകുന്ന കടല്. ഈ കടലിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിനെ, കപ്പലാകുന്ന ഈ ശരീരത്തിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ട് പുതുക്കണം? ഈമാന് കൊണ്ട് പുതുക്കണം. അഫ്ളലു ദിക്ർ, ഏതാ അഫ്ളലു ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരേ ഉള്ളൂ. പക്ഷേ ആ അക്ഷരം കൊണ്ട് നമ്മുടെ ആത്മാവിലേക്ക് ഇടക്കിടക്ക് റിപ്പോർട്ട് കൊടുക്കണം. അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന് നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ ശരീരത്തിനോട്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പഴയ കാലത്തൊക്കെ എപ്പോഴും വയസ്സന്മാരായ ആളുകൾ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ പറയലുണ്ടോന്ന് അറിയില്ല. പ്രായത്തിന് മുമ്പൊക്കെ എപ്പോഴും പറയും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് രണ്ടും കൂട്ടിയാ പറയാം. എന്താ കാരണം? അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ഇല്ലാത്ത കാലം എന്ന് വരുന്നോ അന്ന് ഹത്തൽ ഖിയാമ, അന്ന് ഖിയാമത്ത് നാൾ സാധ്യമാകും. അന്ന് ഖിയാമത്ത് നാൾ വരുമെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി നമ്മളോട് പറയുന്നത്. അപ്പൊ ഇടക്കിടക്ക് പ്രായമെത്തിയ ആളുകളൊക്കെ എന്റെ ചെറുപ്പത്തിൽ കണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ജദ്ദിദു സഫീനെ, നമ്മുടെ ശരീരത്തിലുള്ള ഈമാനെ പുതുക്ക. എന്തേ റസൂലുള്ള പറയുന്നു, ഇന്നൽ ബഹറ അമീഖ്. കടല് വളരെ ആയമേറിയതാണ്, അഗാധമായ ആയമുണ്ട്. ആയമുള്ള കടലിൽ മുങ്ങിപ്പോകാം. എപ്പോഴും കടൽ നമ്മെ വീങ്ങിയേക്കാം. കടലെപ്പോഴും നമ്മെ വീങ്ങാൻ വേണ്ടി കാത്തിരിക്കാം. കടലാകുന്ന